നമസ്തേ. ഇന്ന് വീട്ടിൽ നിന്ന് കാലത്ത് നേരത്തെ ഇറങ്ങുമ്പോൾ ക്ലാസ് ഇവിടെ പാത്ത് ടു എയർഹാർഡ്ഷിപ്പ് ക്ലാസ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ എത്തുമ്പോൾ 9:30 10 o'clock ക്ലാസ്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് ഈ വീഡിയോകളൊക്കെ ഞാൻ പഠിക്കുന്നത്. ഈ വീഡിയോ പിടിക്കുക, യൂട്യൂബിൽ ഇത് ആഡ് ചെയ്യുക, അതായത് എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പഠിച്ചിരുന്ന ഞാൻ ഒരുപാട് വർഷങ്ങളായല്ലോ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് അതിലുണ്ടായിരുന്ന IT ടെക്കുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പഠിക്കുന്ന പല ആളുകൾ. അന്ന് തന്നെ അവരെന്നോട് ഫോഴ്സ്ഫുള്ളി പറയുമായിരുന്നു, സാർ ഒരു വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെ ജനറലായിട്ട് പറയാവുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ചാനലിട്ട് സാറിന് പഠിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരും, നമുക്കതങ്ങനെ ഒരു പ്രചരിപ്പിച്ചുകൂടെ. അപ്പോൾ എനിക്കെന്തോ ഞാൻ അന്ന് 3 ആസ്പത്രിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക ഹീലിംഗായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എനിക്ക് ടീച്ചിങ് ഒരു മിനിറ്റ് പോലും സ്വന്തമായിട്ടില്ലാത്തൊരവസ്ഥ, ഒന്ന് മലർന്ന് തളർന്ന് കിടക്കാൻ പോലും പറ്റാത്ത പോലെ ഞാൻ ഓടിയിട്ടുണ്ട്. കാരണം ഈ ശാസ്ത്രം ഇന്ന് അത്ര അവയറല്ല ആളുകളിൽ. ആസ്പത്രികളിലുള്ള ആളുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട് എന്നല്ലാതെ ജനങ്ങളിലേക്ക് ഇത് കൂടുതലായിട്ട് എത്തുന്നില്ല. അപ്പം ഞാൻ ഏത് സാഹചര്യം വന്നാലും എത്ര മണിക്കൂറായാലും ഹീലിങ്ങിന് വേണ്ടി, എത്ര ടയർഡായാലും ഞാൻ ഹീലിങ്ങിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് തന്നെ എന്നോട് അവിടെ സഹപ്രവർത്തകരായ ഡോക്ടേഴ്സ് പറയും, സാറ് കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കിടയ്ക്ക്, അല്ലെങ്കിൽ വയ്യാണ്ടാവില്ല, അസുഖം വരില്ല എന്ന് ഡോക്ടർ ജെറിൻസോണിയൊക്കെ വളരെ ലഭ്യങ്ങൾ, ഡോക്ടർ ചന്ദനയൊക്കെ എന്നോട് എപ്പോഴും പറയുന്നതാണ്. സാർ എന്തെങ്കിലും ഒന്ന് കഴിക്കുക ഇടയ്ക്ക്. എന്നിട്ട് അവർ ഭക്ഷണം കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ വന്ന് കഴിക്കലായി. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണിക്കൂർ, ഒരു 2 മണി വരെ ഫ്രീ ടൈം എടുക്കണം സാറെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അവരെനിക്ക് ഭക്ഷണം കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും. ഇതൊക്കെ വളരെ നല്ല സ്മരണകളായിട്ട് മനസ്സിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഡോക്ടർ ചന്ദനയോ അതുമാതിരി ഡോക്ടർ ജെറിൻസോണിയൊക്കെ തൊട്ടപ്പുറത്തെ ഡോക്ടേഴ്സാണ് റൂമിലുള്ള. അപ്പോൾ അവർ വന്ന് എന്നെ കർശനമായി ഉച്ചയ്ക്ക് കൊണ്ട് കഴിപ്പിക്കും. പക്ഷെ അങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വേറെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാവില്ല. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനാണ് തോന്നുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കാനാണ് തോന്നുക. ആ വെറുതെ ഇരിക്കുന്ന നേരത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനെന്നുള്ള കാലത്തോട്ട് ഈ പ്രസൻറ്റേഷൻസ് തന്നെയാണല്ലോ. ഹീലിങ്ങിനെ വരുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു തന്നെ അവയറാക്കണമല്ലോ. അപ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് പിന്നീട് ഒരു എൻ്റെ ഒരു പ്രതിരൂപത്തെ വേറെ സ്ഥലത്ത് കാണിച്ച് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടായില്ല. അതിൻ്റെ സമയമായിട്ടുണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇന്ന് ഞാൻ കാലത്ത് പുറപ്പെടുന്ന നേരത്ത് ഞാൻ എൻ്റെ പെട്ടെന്ന് ചിന്തയിലേക്ക് വന്ന അത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിലേക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിൽ എൻട്രി ആയത്. ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. എനിക്കതിനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അതിൻ്റെ ടെക്നോളജി അറിയാൻ വിചാരിച്ചാൽ അറിയാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അറിയണമെന്ന് ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തേക്ക് ശ്രദ്ധ പോകാറില്ല. ഞാൻ ഈ കഴിഞ്ഞ റിട്രീറ്റ്, ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് ട്രെയിനേഴ്സ് റിട്രീറ്റ് ലക്നൗവിൽ വെച്ച് നടന്ന സമയത്ത് ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ദൂരെ ലക്നൗവിൽ പോയി നിൽക്കാനും, ഞാനിവിടെ കമ്മിറ്റഡ് ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ടും, പിന്നെ എൻ്റെ സിസ്റ്ററുടെ മോളുടെ കല്യാണമായിരുന്ന സമയത്ത് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വളരെ ലവിങ്ലി ഒരു ട്രസ്റ്റി, എല്ലാ ട്രസ്റ്റിമാരും കൂടി തീരുമാനിച്ചിട്ട് തന്നെയാണല്ലോ തീരുമാനം എടുക്കുക. എന്നെ ജയന്തിഭായ് പട്ടേൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജിത്ത്, യു ക്യാൻ ഡു വൺ തിങ്, യു ക്യാൻ കം ഓൺലൈൻ ദാറ്റ് ട്രെയിനേഴ്സ് മീറ്റ് ടൈം. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു, അയ്യോ സാറേ, എനിക്ക് ഓൺലൈനിൽ ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ എനിക്ക് ഒരു കംഫർട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഈ ഇൻ്റർനാഷണൽ ഒരു ഈവൻ്റ് നടക്കുകയല്ലേ, ആ ഒരു ഇൻ്റർനാഷണൽ ഈവൻറ്റിന് നിന്ന് ഓൺലൈനിൽ ചെല്ലാൻ പറ്റുന്നില്ല. ചെന്നാൽ തന്നെ ഒരു സ്റ്റേജിൽ കയറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു പബ്ലിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു മടി കൊണ്ട് ഒക്കെ തന്നെയാണ് കാര്യങ്ങൾ. മറിച്ച് എന്നോട് ഓൺലൈനിലും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അത്രയ്ക്ക് ലവിങ് ആയിട്ടാണല്ലോ അദ്ദേഹം പറയണത്. അദ്ദേഹം അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ആദ്യം ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതെൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ പിടിച്ചു. 2 വീഡിയോസ് വേണമെന്ന് പറഞ്ഞു. ഒന്ന്
ട്രെയിനേഴ്സ് റിട്രീറ്റ് അവർക്കൊരു സന്ദേശമായിട്ട് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള മനസ്സെന്നെ നിർബന്ധിച്ചു. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് മറിച്ച് ചിന്തിക്കാനൊന്നും സാധിച്ചില്ല. ഞാനത് സമ്മതിച്ചു. ഞാനൊരു വീഡിയോ, അത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യല്ലേ എന്നുള്ള തോന്നലൊക്കെ എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തി. പിന്നെ സ്ക്രിപ്റ്റഡ് ആക്കി. കാരണം ഏതെങ്കിലുമൊക്കെ പറയാം. ഞാൻ വിചാരിക്കും വലിയ ഹൈ ലെവലിൽ ഇംഗ്ലീഷ് നോളജൊക്കെ ഉള്ള ആളുകളാണ് അവിടെ വരുന്നതല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ നാട്ടിൽ ഇവിടെ തൃശ്ശൂർ ചുറ്റുഭാഗത്ത് ഇങ്ങനെ പറയണ ഇംഗ്ലീഷല്ലേ നമ്മുടെ. അപ്പോൾ അവർക്ക് മുന്നിൽ എങ്ങനെ ഒരു വലിയൊരു നല്ല പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച് അവസാനം നല്ല ഇംഗ്ലീഷൊക്കെ തയ്യാറാക്കി ചാറ്റ് ജിപിടിയുടെ മികവുകൊണ്ടൊക്കെ നല്ലൊരു സ്ക്രിപ്റ്റഡ് ലിസ്റ്റ് എനിക്ക് തയ്യാറാക്കി തന്നു. ചാറ്റ് ജിപിടി സഹായിച്ചു, AI സംവിധാനം. എന്നിട്ട് പക്ഷേ ഇത് കാണാപ്പടം പഠിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. കാണാപ്പടം പഠിച്ചാൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിങ്ങനെ മുന്നിൽ പിടിച്ച് പ്രോംപ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ആളുകളോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ല. അപ്പം ഞാനിത് വളരെ ബുദ്ധിമുട്ടി. ഇതിൻ്റെ മുന്നിൽ ഒട്ടിച്ച് വെച്ചും ഒരാൾ പിടിച്ച് മുന്നിൽ ഇങ്ങനെ എഴുതിയത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യണത്. അത് കാരണം എന്ന് വെച്ചെങ്കിൽ സമയം ഒരു 25 അരമണിക്കൂർ നേരം അത് സംസാരിക്കണമെങ്കിൽ അരമണിക്കൂർ മാറ്റർ ഞാൻ പ്രസൻറ്റ് ചെയ്യണ്ടേ, അത് വീഡിയോ എന്നിട്ട് എഡിറ്റ് ചെയ്യാം, അതൊന്നും എനിക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞാനത് ഒരുവിധം ഒപ്പിച്ചു. ആകെ തപ്പലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനൊരുവിധം എല്ലാവർക്കും മനസ്സിലാകുന്ന തലത്തിൽ വടിവത്ത ഇംഗ്ലീഷിൽ പറഞ്ഞു. അത് മനോഹരമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നന്നായിരുന്നു എന്ന് ജയന്തിഭായ് പട്ടേൽ അത് പറഞ്ഞു. വളരെ നന്നായിരുന്നു, അദ്ദേഹം വിചാരിച്ചതിനൊക്കെ കൂടുതൽ നന്നായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ ഞാൻ എൻ്റെ ശിരസ് സീനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ജനറൽ റിട്രീറ്റ് നടക്കുന്ന ദിവസവും എൻ്റെ ഒരു പ്രസൻറ്റേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാനൊരു ആദ്യമായിട്ട് കോട്ട്, ഈ ബ്ലേസറൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. കാരണം നമ്മളിവിടെ തൃശ്ശൂർ ഇങ്ങനത്തെ വേഷമൊന്നും ഇട്ടിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് ഞാൻ മലേഷ്യ പോയപ്പോൾ ഒരു ഫംഗ്ഷന്, ഒരു ഓറിയൻറ്റേഷൻ ഫംഗ്ഷന് ഞാൻ അവിടുന്ന് ഒരു ജാക്കറ്റ്, ഒരു ബ്ലേസർ വാങ്ങിച്ചിരുന്നെങ്കിൽ അത് ഉപയോഗിച്ചൊന്നുമില്ല, അതവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ ഒരു ലൂയിസ് ഫിലിപ്പിൻ്റെ ഒരു നല്ല ഗംഭീര സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ടിട്ടാണ്, കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തതൊക്കെ. പക്ഷേ ആ കോട്ട് ഇപ്പോൾ എൻ്റെ ഒരു ഭാഗമായി എന്നെനിക്ക് തോന്നുക. അന്ന് ജയന്തിഭായ് പട്ടേലാണ് ഇതിനൊക്കെ കാരണം ഉണ്ടായത്. അദ്ദേഹത്തിനോട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അങ്ങനെ ഞാൻ അന്ന് ആ കോട്ട് മേടിച്ച്, ഇത്ര വില കൊടുത്തിട്ടുള്ള ഒരു കോട്ട് വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരു സന്ദർഭവും ഇല്ല അങ്ങനെ ബ്ലേസറൊക്കെ ഇട്ട് ഇവിടെ എൻ്റെ ഒരു ചുറ്റുപാടുകളിൽ. അപ്പോൾ ഞാനത് ഇട്ടിട്ട് കുറച്ച് വീഡിയോ പിടിക്കണം എന്നൊക്കെ എനിക്കാകുന്നത്. അപ്പോഴാണ് ഇവിടെ പഠിക്കാൻ വന്നുകൊണ്ടിരുന്ന സുഹൈർ ഫ്രം കോട്ടയ്ക്കൽ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഈ ലോകത്തിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, സാർ കുറച്ച് വീഡിയോ പിടിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങണം. അതെനിക്കൊരു ഇൻസ്പയറായി. വളരെ ഹൃദയത്തിൽ തൊട്ടാണ് സുഹൈർ എൻ്റെ ഒരു വളരെ നല്ലൊരു സ്റ്റുഡൻ്റാണ്. വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് പഠിച്ചു പോയി വീണ്ടും ഇപ്പോൾ റിവ്യൂവിനൊക്കെ വരുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞു, സാറ് വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇങ്ങനെ ദിവസവും വീഡിയോകളെടുത്ത് യൂട്യൂബിലിടുക, സാറിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ. അത് അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്പയറിങ് പവർ എന്നിലേക്ക് ഞാൻ സ്വാംശീകരിച്ചു. അത് തന്നെ സ്വാധീനിക്കപ്പെട്ടു. ഞാനങ്ങനെ നിത്യേന തുടങ്ങിയപ്പോൾ പിന്നെ സബ്ജക്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. മഹാത്മാ ചോക്കോക്സി തയ്യാറാക്കിയ ടീച്ചിങ്ങിൽ തന്നെ ഒരു വാക്കെടുത്താൽ അതിൽ നിന്ന് നമുക്കൊരു സിലബസ് തന്നെ തയ്യാറാക്കാം. അത്രമാത്രം ഡെപ്ത് ഉള്ളതാണ് സബ്ജക്റ്റ്. ഞാൻ അതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളെടുത്ത്, അപ്പോഴും എനിക്ക് ഈ തപ്പലും പഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ പിന്നീട് അതങ്ങോട്ട് ഇപ്പോഴും മാറിയെന്നല്ല അർത്ഥം. ഞാൻ എല്ലാ ദിവസവും 7ഉം 8ഉം ഒക്കെ 10ഒക്കെ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട ദിവസങ്ങളുണ്ട്. 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷൻസ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പറയും, അവരത് പറയുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും.
അങ്ങനെ പിന്നീട് അത് എല്ലാവരും അവരുടേതായ ജീവിത തിരക്കുകളിലാണ്. പിന്നെ എനിക്ക് സ്വസ്ഥമായി പറയാൻ പറ്റുന്ന സമയം ഇവിടെ കാലത്ത് ക്ലാസ്സിന് മുമ്പ് വന്ന് കുറച്ച് നേരം പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ മൊബൈൽ ഓൺ ചെയ്യും, അവിടെ മുന്നിൽ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് അത് ഓൺ ചെയ്യും, ഓഫ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്നോട് ചിലരൊക്കെ പേടിപ്പിച്ചു, എന്നോട് ഇത്രയധികം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കൺസിസ്റ്റൻസി നിലനിർത്തിയില്ല വെച്ചെങ്കിൽ യൂട്യൂബ് നമ്മളോട് ഇഷ്ടം കുറയ്ക്കുന്നു, അതിന് വാല്യൂ ചെയ്യില്ല. അപ്പോൾ മിനിമം എനിക്ക് കിട്ടുന്ന സമയം ക്ലാസ് കഴിഞ്ഞ് കിട്ടുന്ന റിലാക്സ്ഡ് സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കും. പക്ഷെ അതിനൊരു ഇത്തിരി ഭംഗിയാക്കണമല്ലോ, അതിൻ്റെ ലൈറ്റ് കുറവുണ്ടാവും, അതിനൊന്ന് കട്ട് ചെയ്ത് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ശരിയാക്കി സെൽഫായിട്ടൊക്കെ ചെയ്യാം. അത് ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് വൈകുന്നേരം ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ടാവും, അല്ലാത്ത സമയങ്ങളിൽ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോസ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനത് തീരുമാനിച്ചു, എനിക്കൊരു ദിവസം ചിലപ്പോഴൊക്കെ അത് ചിലത് ശരിയാവാതെ ലോഡാവാതെയൊക്കെ നിൽക്കുന്നത് 12 മണി 1 മണി വരെയൊക്കെ ആവും. പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതല്ലേ. ഞാനെന്തോ അത് വിചാരിച്ചു, നമുക്കൊരു എണ്ണം കൃത്യമായ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ടൊരു 4 വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് മറ്റു ചിലർ പറഞ്ഞു, ആഴ്ചയിൽ 2 വീഡിയോയൊക്കെയാണ് സാധാരണ ചെയ്യുള്ളൂ ആളുകൾ, സാർ എന്തിനാ ഈ 4 എണ്ണം 6 എണ്ണമൊക്കെ ചെയ്യണത്? അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നൊരവസ്ഥ പറഞ്ഞു. എനിക്കതുകൊണ്ട് പറഞ്ഞ് തീരില്ല, ഞാൻ ഇവിടെ നിന്ന് ഇനി എത്ര കാലം ഇവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ മാസ്റ്റർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഈ സ്പിരിച്വൽ തോട്ട്സ്, സ്പിരിച്വൽ സബ്ജക്റ്റുകൾ, ഹീലിംഗ് സബ്ജക്റ്റുകൾ, പ്രോസ്പെരിറ്റി സബ്ജക്റ്റുകൾ, ഇത് ജനങ്ങളിലേക്ക് ഏതെങ്കിലും കാലത്തൊക്കെ എത്തിപ്പെടട്ടെ. ഞാനിപ്പോഴും എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നൊന്നും നോക്കിയിട്ടില്ല, എത്ര ആളുകൾ ഇത് നോക്കുന്നുണ്ടെന്ന് നോക്കില്ല. ഞാനിത് തയ്യാറാക്കുക, പോസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ലോ. പിന്നെ തീരെ ചില സമയങ്ങളിൽ, അതായത് പറയണ സമയത്ത് അത് ആ പറഞ്ഞതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് ശരിയാക്കലൊന്നുമില്ല, ഒറ്റ പറച്ചിൽ തന്നെയാണ്. അത് കാരണം മനോഹാരിതയ്ക്ക് കുറവായിരിക്കും ഇങ്ങനെ പറഞ്ഞ്. അത് ഞാൻ പറഞ്ഞു എന്ന് അതിൽ തെറ്റും വിക്കലും ഒന്നും വന്നിട്ടില്ല എന്ന് വരുമ്പോൾ ഞാനതിനെ അങ്ങനെ തന്നെ ലോഡ് ചെയ്യുക. ചെറിയൊരു കളറൊക്കെ ഒന്ന് കൂട്ടും, അതോ അതിൽ ഓട്ടോമാറ്റിക് ആ സിസ്റ്റത്തിൽ ഉണ്ടല്ലോ കളറൊക്കെ കൂട്ടാൻ, എഡിറ്റിംഗ് ആപ്പ് ആയിട്ടുള്ളതിൽ. അതിന് കട്ട് ചെയ്യേണ്ട സൈഡിലേക്ക് ഇപ്പം ഞാൻ നടന്നങ്ങോട്ട് പോയി സ്വിച്ച് ഓൺ ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യാൻ പോണതൊക്കെ വരുന്ന അതിനൊക്കെ കട്ട് ചെയ്ത് തയ്യാറാക്കി അതിലൊരു ചെറിയ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ഈ മൈക്കൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? മുന്നേ ഇവിടെ നിന്ന് മൊബൈലിലൂടെ അങ്ങോട്ട് പറയുമൊക്കെ, മൊബൈലിൽ കേൾക്കുന്ന അതിൻ്റെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി അനുസരിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ ഓരോ സെറ്റുകൾ, ഞാൻ ആദ്യം മേടിച്ചൊരു സെറ്റ് അത്ര നന്നായില്ല, അതുപോലെ പിന്നെ മേടിച്ച സെറ്റ് നന്നായി. പിന്നെ എനിക്ക് US എന്നൊരു സ്റ്റുഡൻറ്റ് ഒരു സെറ്റ് അയച്ചു, അതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എന്നെ സഹായിക്കുന്ന, എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, എനിക്ക് വേണ്ടി ഇതിനു വേണ്ടി മനസ്സിൽ താല്പര്യത്തോടു കൂടി കാണുകയും കേൾക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും, മഹാത്മാ ചോക്സിയുടെ അനുഗ്രഹത്താൽ അവർ അതൊക്കെ പഠിച്ച സ്റ്റുഡൻസിനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാ സ്നേഹങ്ങളും, നിറഞ്ഞ സ്നേഹവും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. നമസ്തേ. രഞ്ജിത്ത്. ഇനി കോഴ്സുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോകളിൽ. കുറച്ചും കൂടി സിമ്പിളി ആൻഡ് പ്രിസൈസ്ലി അതിനെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തിയിട്ട് ഞാൻ ഓരോ കോഴ്സിൻ്റെ എന്തൊക്കെയാണ് കണ്ടൻറ്റ് എന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോകളിൽ പറയാം. ഓരോ കോഴ്സുകളിൽ എന്തൊക്കെയാണ്, അതിൻ്റെ ആഴം എന്താണ്. ഇവിടുത്തെ കോഴ്സുകളൊക്കെ അതായത് സ്ട്രെച്ച് ചെയ്തിട്ട്, ചെറിയൊരു സബ്ജക്റ്റ് സ്ട്രെച്ച് ചെയ്തുണ്ടാക്കിയതല്ല. മിക്ക സ്ഥലങ്ങളിലും പല കോഴ്സുകളും നടക്കുന്നത്, മറ്റു പല കോഴ്സുകളും നടക്കുന്നത് ഒരു ചെറിയ സബ്ജക്റ്റിനെ കുറേ കഥകളൊക്കെ ചേർത്ത് അതിനെ എക്സ്പാൻഡ് ചെയ്ത് മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല ഉദ്ദേശം. ഇവിടെ വലിയൊരു സബ്ജക്റ്റിനെ 20-30 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റിനെ അതിനെ ചെറുതാക്കി അതിൻ്റെ എസെൻസ് ഓഫ് ഫോർമുലയാണ് നമുക്ക് തരുന്നത്. പഠിച്ചു കഴിയുമ്പോൾ അവരതിന് പ്രാപ്തരാവും. അത് പരിശീലിക്കുമ്പോൾ ആ പ്രാപ്തി വ്യത്യസ്തമായി, എത്ര സ്ട്രെച്ച് ചെയ്താലും അതിൻ്റെ എക്സ്പാൻഷൻ കുറയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്രയധികം ചെയ്യണ്ടെന്ന് പലരും ഉപദേശിച്ചപ്പോൾ
ഇത് ഞാൻ വിചാരിച്ചത് എനിക്ക് ഇവിടെ എൻ്റെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് പറഞ്ഞാലൊന്നും തീരാൻ പോകുന്നില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 4 അല്ലെങ്കിൽ 5 6 ഡെയിലി ഇടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ. രഞ്ജിത്ത്.